ഇത്തവണയും നിലമ്പൂർ വനമേഖലയിലെ ഉന്നതി കേന്ദ്രങ്ങൾ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി. മുണ്ടേരി, നെടുങ്കയം മേഖലകളിലായിരുന്നു ഇത്തവണ വനത്തിനകത്ത് ബൂത്തുകൾ ഉണ്ടായിരുന്നത്. ചാലിയാർ മുറിച്ചു കടന്ന് അതിസാഹസികമായാണ് ഉദ്യോഗസ്ഥർ ബൂത്തുകളിലെത്തിയത്. നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് രാവിലെ മുതൽ കനത്ത പോളിംഗ് എല്ലാ പോളിംഗ് ബൂത്തിലും രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെ പോത്തുകല്ല് പഞ്ചായത്തിന്റെ ഭാഗമായ ഇരുട്ടുകുത്തി എന്ന പ്രദേശത്തേക്കുള്ള യാത്രയിലാണ്. അവിടെ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസികൾ അടക്കമുള്ള സ്ഥലമാണ്. ഏകദേശം 120-ലധികം വരുന്ന ആളുകൾ, 120-ലധികം വരുന്ന കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്. ചാലിയാർ പുഴ കടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും പോളിംഗ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ഇരുട്ടുകുത്തി വാണിയമ്പാറയിലെ 271 വോട്ടർമാരാണ് വാണിയമ്പാറ ഫോറസ്റ്റ് ഓഫീസിൽ പോളിംഗ് ബൂത്തിലെത്തിയത്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തായതിനാൽ CISFന്റെ പ്രത്യേക പരിശോധന ഉണ്ടായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂസും ജില്ലയിലെങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സെക്യൂരിറ്റി ആസ്പെക്റ്റിനകത്ത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. മുൻകാലങ്ങളിൽ മാവോയിസ്റ്റ് പ്രസൻസ് ഒക്കെ ഈ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെർസ്പെക്റ്റീവിലാണ് ഇവിടെ അഡീഷണൽ സെക്യൂരിറ്റി എൻഷുർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഒരു പ്രശ്ന സാധ്യത ബൂത്തായിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പുഞ്ചക്കൊല്ലി ഉന്നതിയിൽ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അകലെയാണ് അളക്കൽ ഉന്നതി. അവിടെ 70 വോട്ടർമാരുണ്ട്. അവരും പുഞ്ചക്കൊല്ലിയിലേക്ക് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി എത്തുന്നുണ്ട് എന്നുള്ളതാണ് കാഴ്ച. സാഹസിക യാത്ര നടത്തിയാണ് ഉദ്യോഗസ്ഥർ വനമേഖലകളിലെ പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുന്നത്. ഇത്തവണ പുഞ്ചക്കൊല്ലിയിൽ 256 വോട്ടർമാർ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടും പറഞ്ഞാൽ പാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ചങ്ങാട വഴിയാണ് ഇപ്പോൾ അക്കരക്കൊക്കെ പാസ് ചെയ്യുന്നത്. 400-500 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് ഉണ്ടാക്കാൻ 2 വർഷമായി ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല. അതിൽ കയറി കിടക്കാൻ പറ്റില്ല. ഇപ്പോൾ പാലത്തിന്റെ കാര്യം ഇപ്പോൾ പണി തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്തായാലും 2 JCB എടുത്തിട്ട് 2 മണ്ണ് മാന്തൽ അത്തരം പരിപാടി മാത്രമേ ഉള്ളൂ. നെടുങ്കയത്തായിരുന്നു വനമേഖലയിലെ മറ്റൊരു പോളിംഗ് ബൂത്ത്. ഏകദേശം 1000-ഓളം വോട്ടർമാരാണ് ഉന്നതികളിലുള്ളത്. നിലമ്പൂരിൽ ആര് വാഴുമെന്ന് തീരുമാനിക്കുന്നത് ഈ വോട്ടുകൾ കൂടിയാണ്. 24 നിലമ്പൂർ.